കൊല്ലത്ത് സരസ്മേള നടക്കുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞാണല്ലോ. അവിടെ നമ്മളിപ്പോൾ നഴ്സറിയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന കുറേ പ്ലാന്റുകളും അതേപോലെ തന്നെ അതിൻ്റെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 10-250 സ്റ്റാൾ, ഫുഡ് കോർട്ട് എല്ലാം കൂടി ചേർന്ന് ഗംഭീര ഒരു എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. ടിക്കറ്റ് പോലും ഇല്ലാത്ത ഒരു എക്സിബിഷൻ. അതിനകത്ത് നമ്മളെ നഴ്സറി ഉണ്ട്. അതിനകത്ത് കൊണ്ടുവന്നേക്കുന്ന മെലസ്റ്റോമ പ്ലാന്റ്, ബെഡായിട്ട് കിടക്കുന്ന മെലസ്റ്റോമ പ്ലാന്റിൻ്റെ പല വെറൈറ്റികൾ, അതിൻ്റെ വെള്ളയും അതിൻ്റെ ഡാർക്ക് കളറ്, ലൈറ്റ് കളറ്, അതിൻ്റെ കൂടെ തന്നെ ഗോൾഡൻ ട്യൂണിഫറസ്, അതേപോലെ തന്നെ യുജീനിയ പ്ലാന്റ്, ബോട്ടിൽ ബ്രഷിൻ്റെയൊക്കെ നല്ല വലിയ ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ദേവദാരു എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന പ്ലാന്റ് അതാണ്. അതിൻ്റെ ബോട്ടിൽ ബ്രഷ് വെറൈറ്റിയാണ്. അതേപോലെ തന്നെ മോൺസ്റ്ററ ഡെലിസിയോസ എന്ന് പറയുന്ന പ്ലാന്റാണ്. അതേപോലെ തന്നെ സഫ്ലോറ പ്ലാന്റ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. സഫ്ലോറ എന്നറിയപ്പെടുന്ന സെമീഷെയ്ഡ് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഔട്ട്ഡോർ വെച്ചാലും കുഴപ്പമില്ല, ഇൻഡോർ വലിയ കുഴപ്പമില്ലാതിരിക്കും. അതേപോലെ നല്ല കിഡിലൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ ക്രിസാന്തിമം, അതേപോലെ തന്നെ കണ്ടില്ലേ, ഇത് നമ്മളെ നഴ്സറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകളാണ്. നല്ല സെറ്റായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. അതിനകത്തൂടെ കയറി കാണാനായിട്ടൊക്കെ നിൽക്കുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉൾപ്പെടെ ഇതിനകത്തുണ്ട്. അതിനകത്ത് കുറേ നമ്മളെ പയ്യന്മാർ എല്ലാം സെറ്റായിട്ട് നിൽപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നിക്കോഡിയ പ്ലാന്റ് ചേച്ചിമാരൊക്കെ നോക്കിക്കുന്നുണ്ട്. ആ നിക്കോഡിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാഗത്ത് നിന്ന് നോക്കിയാലും ആ നിക്കോഡിയയുടെ ഇലയൊക്കെ നല്ല ഗമാലിറ്റി ആയിട്ട് നിൽക്കും അല്ലേ. അതേപോലെ തന്നെ ഇംബേഷ്യസ് പ്ലാന്റ്, അതേപോലെ തന്നെ ഓർക്കിഡ്, പിന്നെ നമ്മളെ ഗോൾഡൻ കാസ്കേഡ്, പെട്രിയ പ്ലാന്റ്, പേര വെറൈറ്റികൾ, അതേപോലെ തന്നെ മാവിനങ്ങൾ, പല വെറൈറ്റി മാവിനങ്ങൾ, പ്ലാവിനങ്ങൾ, കലപ്പാടി മാങ്ങ പിടിച്ച് കിടക്കുന്ന മാങ്ങ കാഴ്ച കിടക്കുന്നത് കാണാം. അതേപോലെ തന്നെ പല വെറൈറ്റി മാവുകൾ, അതുപോലെ ചെമ്പരത്തി, ബെഡായിട്ടുള്ള ചെമ്പരത്തിയാണ് ഇരിക്കുന്നത്. പൂവ് വരുന്നതനുസരിച്ച് വിറ്റു. നല്ല ആശ്രമ മൈതാനമാണ്, നല്ല സൂര്യപ്രകാശമാണ്. അന്നേരം നല്ലപോലെ പെട്ടെന്ന് ഇത് വിരിഞ്ഞ് കിട്ടും. അന്നേരം നമുക്ക് വിൽക്കാനൊക്കെ നല്ലതാണ്. അത് രണ്ടാമത്തെ കൗണ്ടറാണ്. അതേപോലെ തന്നെ കണ്ടില്ലേ, റോസ്, മറ്റേന്താ പറയുക, ഡച്ച് റോസ്, അതേപോലെ തന്നെ ബട്ടൺ റോസ്, അതേപോലെ ഇവരെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാവല്ല, അത് റോസാണ്. ഓൺ റൂട്ട് റോസ്, അതായത് നമ്മൾ വെട്ടിക്കിളിപ്പിക്കുന്ന റോസില്ലേ, അത് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പല വെറൈറ്റികളുണ്ട്. അതുകൊണ്ട് അവരെല്ലാം നുള്ളിപ്പറക്കി എടുക്കുന്ന അതാണ്. അതിൽ തന്നെ ലെൻഡാന പ്ലാന്റ്, പച്ചക്കറി, ഗ്രോ ബാഗിലുള്ള പച്ചക്കറികൾ. അതിനിടയിൽ കൂടെ നമ്മളിപ്പം ഒന്ന് ട്രാവൽ ചെയ്യുകയാണ്. നല്ല അണ്ണന്മാരൊക്കെ ഉണ്ട്, സജ്ജനുണ്ട്. അതേപോലെ തന്നെ ടച്ച് റോസ് വെറൈറ്റീസ്, അതുപോലെ തന്നെ ബട്ടൺ റോസ്, വള്ളി റോസ് എല്ലാം ബെഡായിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള പ്ലാന്റുകൾ ഇപ്പം സെയിലായി തീർന്നതാണ്. നാളെ അടുത്ത ലോഡ് വരുന്നുണ്ട്. നാളെ അടുത്ത ഒരു ലോഡും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. ലോറ പെറ്റാലയുടെ തൈ, അതേപോലെ തന്നെ ഒലിവ് മരത്തിൻ്റെ തൈ, അത് കുറേ ആളുകൾ തിരക്കി കിടക്കുന്ന ഒലിവ് എവിടെ ഉണ്ടെന്ന്. അതാണ്ട് നമ്മളിപ്പം കൊല്ലത്ത് ആശ്രമ മൈതാനത്ത് സരസ്മേളയിൽ കുറച്ച് പ്ലാന്റ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചട്ടിയിൽ നിന്ന് കായ്ക്കുന്ന കുരുമുളക്, ബുഷ് കുരുമുളക്, അതുപോലെ തന്നെ പല വെറൈറ്റി പ്ലാവുകൾ, അതേപോലെ ഇംബീഷ്യസ്, ചൈനീസ് ബോൾസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ്, ബൊഗൈൻ വില്ലയുടെ തൈ, അതേപോലെ സൺഡേ മൺഡേ പ്ലാന്റ്, യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്നറിയപ്പെടുന്ന അതിൻ്റെയൊക്കെ തൈകൾ, അതേപോലെ തന്നെ ലോറ പെറ്റാലയുടെ വലിയ പ്ലാന്റ്, ഗോൾഡൻ ട്യൂണിഫറസിൻ്റെ പ്ലാന്റ്, അതേപോലെ തന്നെ മെലസ്റ്റോമയുടെ വലിയ ഹെൽത്തി ആയിട്ടുള്ള മുട്ടം മോഡ്, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതേപോലെ തന്നെ തൂജ വെറൈറ്റിക്ക് ഒരുപാട് ആളുകൾ നോക്കി നടക്കുന്നതാണ് അല്ലേ. അത് നമ്മൾ വലിയ കെയറൊന്നുമില്ല, നല്ല ഗമാലിറ്റി ആയിട്ട് നിൽക്കും. അതേപോലെ കുറേ പ്ലാന്റുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറേ പ്ലാന്റുകൾ ഇനി വരാനുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏതൊക്കെ പ്ലാന്റ് ഇവിടെ ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം വരുന്ന പക്ഷം എല്ലാവർക്കും വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ. പഞ്ചാബിൽ നിന്നും ബീഹാറിൽ നിന്നും അതേപോലെ തന്നെ UP, ഒരുപാട് ഡൽഹി, ആന്ധ്ര, ഒരുപാടിടത്തു നിന്നുള്ള ഏകദേശം 250 പഞ്ചാബിൽ നിന്നൊക്കെ ഉള്ള ഫുഡ് കോർട്ട് മുതൽ പലതും ഉണ്ട്. അന്നേരം വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിനകത്ത് എല്ലാ ദിവസവും വൈകുന്നേരം സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. കൊച്ചു കുട്ടികൾ മുതൽ റിമി ടോമി വരെ ഇതിനകത്ത് ഇന്ന് റിമി ടോമിയുടെ പരിപാടിയാണ്. ഓക്കെ, അതിന് ഒരുപാട് പേര് നല്ല പ്രോഗ്രാംസ് ഉണ്ട്. വൈകുന്നേരം സായാഹ്നങ്ങൾ അടിപൊളിയാക്കാനായിട്ട് ഇനി പോരുക. ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കിടിലം പരിപാടികളാണ്. പരിപാടിയൊക്കെ കണ്ട് ഫുഡൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഹൈജീനായിട്ടുള്ള ഫുഡൊക്കെ, നല്ല കിടിലം ക്വാളിറ്റിയുള്ള ഫുഡൊക്കെ കഴിച്ച് പല ജില്ലക്കാരുടെയും പല സംസ്ഥാനങ്ങളുടെയും ഫുഡൊക്കെ ഇതിനകത്ത് അവൈലബിളാണ്. വന്ന് മേടിച്ച് കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കുക. രുചി അറിയാനായിട്ട് ഏറ്റവും ബെറ്ററാണ്. അന്നേരം ഫുഡൊക്കെ ഇഷ്ടമില്ലാത്തവർ ആരല്ലേ, ഒരു രക്ഷയില്ല. അന്നേരം ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിലോട്ട് കൂടി എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക.